എന്നിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് എനിക്കറിയായിരുന്നു ഉടമ്പടി എടുത്താൽ എനിക്ക് കിട്ടും. ഒരിക്കലും കൃപാസനം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു കലവറയാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഒരു ആശാ കേന്ദ്രമാണ് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തോളാം, എന്നെ വിശ്വസിക്കണം, എനിക്ക് പ്രാവശ്യം എന്തായാലും കിട്ടും. അങ്ങനെ ഞാൻ വന്നു, ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ശരി, ജോലി പോയാലും കുഴപ്പമില്ല, ഞാൻ വിശ്വസിക്കുന്നു, 5 പഠിക്കണം, ഞാൻ പറഞ്ഞു മാതാവ് കൈവിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി. അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മറ്റുള്ളവരുടെ സംബന്ധിച്ച് അവിടെ റേറ്റ് കുറവാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇടുക്കി വരെ പോകണം. അഞ്ചു, ഞാൻ ആലപ്പുഴ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 14 തീയതി 2022 ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ OET എക്സാമിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം OET എക്സാം എഴുതിയതായിരുന്നു. പക്ഷേ അപ്പം ഞാൻ എൻ്റെ കഴിവിൽ മാത്രമാണ് ആശ്രയിച്ചത്. ഞാൻ അത്ര വലിയ പഠിക്കാൻ മിടിക്കുകയൊന്നുമല്ല എല്ലാ പ്രാവശ്യവും. പക്ഷെ ഞാൻ ഇതിനായിട്ട് ഒന്നിനും തോറ്റിട്ടില്ല. ഞാൻ എഴുതി പഠിക്കും, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യും, പിന്നെ ഈശോയോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ജയിക്കും എന്നുള്ള വിശ്വാസം, എനിക്ക് പഠിക്കാം പിന്നെ പ്രാർത്ഥിച്ച് ജയിക്കാം എന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ആദ്യത്തെ എക്സാം എഴുതിയത്. പക്ഷേ ഞാൻ അപ്പോൾ ഈശോയോട് പറഞ്ഞു, എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കാൻ ഇടയാക്കരുതേ കർത്താവേ. പക്ഷേ എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല. എന്നാലും ഭേദപ്പെട്ടൊരു സ്കോർ കിട്ടി. എനിക്ക് ഒരു പ്രാവശ്യം എക്സാം എഴുതാനാണ് വീട്ടിൽ നിന്ന് അനുവാദം കിട്ടിയിരുന്നത്. എന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ജോലി ഉപേക്ഷിക്കാം, എനിക്ക് ഉടമ്പടി എടുത്താൽ കിട്ടും, ഉറപ്പാണ്, ഞാൻ ഉടമ്പടി എടുത്തോളാം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും മേടിക്കും. എൻ്റെ ഹസ്ബൻഡിന് വെൽഡിങ്ങിൻ്റെ ജോലിയാണ്. അപ്പം ഞങ്ങൾക്ക് 2 പേരുടെ ജോലി ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകത്തുള്ളായിരുന്നു. പക്ഷേ എന്നിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് എനിക്കറിയായിരുന്നു ഉടമ്പടി എടുത്താൽ എനിക്ക് കിട്ടും. ഒരിക്കലും കൃപാസനം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു കലവറയാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഒരു ആശാ കേന്ദ്രമാണ് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തോളാം, എന്നെ വിശ്വസിക്കണം, എനിക്ക് പ്രാവശ്യം എന്തായാലും കിട്ടും. അങ്ങനെ ഞാൻ വന്നു, ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ശരി, ജോലി പോയാലും കുഴപ്പമില്ല, ഞാൻ വിശ്വസിക്കുന്നു, 5 പഠിക്കണം, ഞാൻ പറഞ്ഞു മാതാവ് കൈവിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി. അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മറ്റുള്ളവരുടെ സംബന്ധിച്ച് അവിടെ റേറ്റ് കുറവാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇടുക്കി വരെ പോകണം, അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. അപ്പോൾ അതിനും പൈസ ഒത്തിരി കൂടുതലാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചു, എനിക്കറിയാം മാതാവിനൊരു പദ്ധതിയുണ്ട്. ഞാൻ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പം അച്ഛൻ പറയും, ഉടമ്പടി എടുത്താൽ അന്നു മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങും, മാതാവ് കൂടെയാണ്, മാതാവിനൊരു പദ്ധതിയുണ്ട്. അടുത്ത ദിവസം തന്നെ എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോള് വന്നു, അതൊരു ഓഫറുണ്ട്, ഒത്തിരി പൈസ കുറച്ചിട്ടുണ്ട്, ഓഫർ തീർന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് ഞാൻ തരാം, ഇപ്പം തന്നെ നിങ്ങളത് അക്കൗണ്ടിലോട്ട് ആക്കിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ശരി. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ റെഡിയാകുകയാണ്. കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വീട്ടിൽ. എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല 5 ഞാൻ മാനേജ് ചെയ്തോളാം, ഇത്രയൊക്കെ റേറ്റ് കുറച്ച് തന്നില്ലേ അവർ, 5 റെഡിയായിക്കോളാം പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ ഞാൻ പഠിക്കാൻ അവിടെ ചേരുകയാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോഴും ഞാൻ രാവിലെയും വൈകിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം, സമയമില്ലാത്ത സമയത്തും ഞാൻ ധ്യാനം കൂടും, ഉപവാസം എടുക്കും. പിന്നെ എനിക്കെപ്പോഴും സങ്കടമായിരുന്നു, ദൈവമേ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെ ചെയ്യും, എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴും മനസ്സിലായി നമ്മുടെ അറിവ് നമുക്ക് എന്താണോ ഉള്ളത് അത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് നമ്മുടെ പ്രേക്ഷിതം. പഠിക്കുന്നവർക്ക്, അപ്പോൾ അറിവില്ലാത്തവർക്ക് നമ്മളത് പകർന്നു കൊടുക്കുമ്പോൾ അത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം. ദൈവഭക്തി കുറവുള്ളവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ദൈവപ്രവർത്തനം. അതെനിക്ക് ഒരാളിലൂടെ ദൈവം പറഞ്ഞു തന്നു, അതാണ് നിൻ്റെ ദൈവപ്രവർത്തനം. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ റൂമിലുള്ള കുട്ടികൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവർക്കും വിശ്വാസം വന്നു. അവർ ഇടുക്കിയിലുള്ളവരല്ലേ. അപ്പോൾ അതിൽ പലരും ഉടമ്പടി എടുത്തൊരു കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ, അവർക്ക് പറഞ്ഞു കൊടുത്തു. എൻ്റെ കൂടെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കണം. ഞങ്ങൾ പറഞ്ഞു ഉടമ്പടി എടുക്കണം, മാതാവ് കൂടെയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, അഞ്ജു ഇനി എന്തിനാണ് വിഷമിക്കുന്നത്, മാതാവിൻ്റെ ലോക്കറ്റും കയ്യിലുണ്ട്, ഉടമ്പടി തൈലം കൊണ്ട് ഉടമ്പടി എടുത്തു. നമുക്കറിയത്തില്ല, നമ്മളെ ഒത്തിരിയും ദൂരങ്ങളിലിരുന്ന് നമ്മുടെ സാക്ഷ്യം കേട്ടിട്ട് ഉടമ്പടി എടുത്തോ, പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയുന്ന എത്രയോ പേര് ഞാൻ പഠിച്ചെടുത്തുണ്ടായിരുന്നു. പറഞ്ഞു ഇനി എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്. എൻ്റെ മനസ്സിൽ പേടിയും വിഷമവും ഒന്നുമില്ല, എങ്കിൽ പോലും അവർ വരെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേർക്ക് എനിക്ക് മാതാവിനെ കൊടുക്കാൻ പറ്റി. കറക്റ്റായിട്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ കൂടി. സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം
നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നല്ലവരാണ്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും. പക്ഷെ അതൊന്നുമല്ല. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം കരുണയുള്ളതാകും എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ മാനസികമായി നമ്മൾ മറ്റുള്ളവരെ കുറച്ചൊക്കെ സഹായിക്കും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല. സെയിം അനുഭവം എനിക്കും ഉണ്ടായി. എനിക്ക് പോലും അറിയാത്തൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് കുറേ ഡൗട്ടൊക്കെ ചോദിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ പുള്ളിക്കാരി ഒത്തിരിയും വീക്കായിരുന്നു, എനിക്ക് അത്രയ്ക്ക് ക്ഷമയില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓർത്തു, ദൈവമേ ഇത് മാതാവായിരിക്കുമോ, ഇതൊരു പരീക്ഷണം. ഞാൻ അത് കഴിഞ്ഞ് അതിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് എന്നോട് പറഞ്ഞു, ഐ ഓൺലി ബിലീവ് ഇൻ ഗോഡ്. പുള്ളിക്കാരി ഒരു ഹിന്ദുവായിരുന്നു, ഒരു തമിഴായിരുന്നു. ഗ്രൂപ്പിൽ കൂടെ പരിചയപ്പെട്ട. ഞാൻ പറഞ്ഞു, ഈശോയെ വിശ്വസിക്കുന്ന. ഐ ഓൺലി ബിലീവ് ഇൻ ജീസസ്. ആർക്കും അറിയത്തില്ല, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാൻ എൻ്റെ ഈശോയിൽ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിനെ അറിയോ? എനിക്കറിയാം, കൃപാസന മാതാവിനെ അറിയാം. അങ്ങനെ ഞാൻ ആ കൊച്ചിനെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇച്ചിരി അവോയ്ഡ് ചെയ്തായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വിളിച്ച് എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ കരുണയുണ്ടായി. മറ്റുള്ളവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പഴയതിനേക്കാളും കൂടുതൽ കരുണയും മറ്റുള്ളവരെ മനസ്സിലാക്കാനും പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ദൈവം എത്രയോ കരുണയുള്ളവനാണ്. പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. എന്നാലേ നമ്മുടെ ദൈവം, ഇത്രയും യോഗ്യതയില്ലാത്ത നമ്മളെ ദൈവം ഇത്രയൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമുക്ക് തരുന്നു. അപ്പോൾ ഉടമ്പടിയിലൂടെ എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ കരുണയുണ്ടായി, ഒരു തുറവിയുണ്ടായി. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ആദ്യത്തെ പ്രാവശ്യം പഠിച്ചപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു. പക്ഷേ ഈ ഫോണിൽ കൂടെ ലിസണിങ്ങും ഇതെല്ലാം ഒത്തിരി കേൾക്കുമ്പം നമുക്ക് കൂടുതൽ കുറേ കഴിയുമ്പോൾ നമ്മൾ മടുക്കുമല്ലോ, നമ്മളറിയാതെ കൂടുതൽ മറ്റുള്ള വാർത്തകളിലോട്ട് പോകും. കുറേ സമയം അങ്ങനെ കളയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു അത്ഭുതം ഉണ്ടായി. എൻ്റെ ശരീരത്തിൽ കൂടെ ഇപ്പം നമ്മൾ കുറച്ച് നേരം ഇത് കണ്ടു കഴിയുമ്പോൾ വേറെ വാർത്തകളിലോട്ട് നോക്കും, വേറെ സിനിമയുടെ ഇത് കേൾക്കാൻ നോക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ മാറും. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടെ എന്തോ ഒരു പുഴു ഇങ്ങനെ നിരക്കുന്ന പോലെ എനിക്ക് തോന്നും. പെട്ടെന്ന് എനിക്ക് പേടിയാകും, അയ്യോ ഇത് കാണാൻ പാടില്ല, മാതാവാണ്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഇതും കണ്ടിട്ടില്ല. ഞാൻ പഠിക്കാൻ മടിയുള്ളപ്പോൾ ധ്യാനം കേൾക്കും, പല ധ്യാനങ്ങൾ കേൾക്കും, അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കും, സാക്ഷ്യം കൂടുതൽ കേൾക്കാൻ തുടങ്ങി. ഓരോ സാക്ഷ്യത്തിലും എനിക്ക് ശക്തി വരാൻ തുടങ്ങി. എൻ്റെ കൂടെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നു. എക്സാമിന് ഹോൾ ടിക്കറ്റ് കിട്ടി. 3 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി. എന്നെ കൗൺസിൽ ചെയ്ത സിസ്റ്റർ പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഹോൾ ടിക്കറ്റ് എക്സാമിന് മുമ്പ് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥന മേടിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. എക്സാമിന് ചെല്ലുമ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുന്നത്, സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ, എനിക്ക് സാക്ഷ്യം പറയണം, ഞാൻ ജയിക്കുമോ എന്നൊന്നുമല്ല, സാക്ഷ്യം പറയണം. എന്നോട് ഇവിടുന്ന് പറഞ്ഞു വിട്ടു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവണമെന്ന് പറഞ്ഞു. ഞാൻ എക്സാം ഹോളിൽ കയറി ഹല്ലേലൂയ ആവേ മരിയ, എനിക്ക് സാക്ഷ്യം പറയണം. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് മുമ്പ് കണ്ണടച്ചതാണ്. അപ്പോൾ എനിക്കറിയാം പ്രാർത്ഥിക്കുന്നവരുടെ ചുറ്റും ദേവദൂതന്മാരുണ്ടല്ലോ, അപ്പം മാലാഹമാർ ചുറ്റിനും നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തെറ്റ് വരുത്തത്തില്ല, എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും മാലാഹമാർ എൻ്റെ ചുറ്റിനും കിടന്ന് ഹല്ലേലൂയ പറയുക. അപ്പം ഞാൻ ആദ്യത്തെ എക്സാമിന് മുമ്പ് അവർ തുടങ്ങുന്നതിന് മുമ്പ് ഹല്ലേലൂയ ചൊല്ലി ഞാൻ എഴുതി. എക്സാം കഴിഞ്ഞു. പാടായിരുന്നു, ഒരു പാട്ട് എളുപ്പമായിരുന്നു, അടുത്ത പാട്ട് ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഒന്നും ഡിലേ അല്ല, പ്രാർത്ഥനയാണ്, മാതാവുണ്ട്, എല്ലാത്തിനും ഇത് തന്നെയായിരുന്നു. പക്ഷേ ലാസ്റ്റത്തെ ഒരു എക്സാമിന് ഞാൻ ഇച്ചിരി തെറ്റൊക്കെ വരുത്തി. എനിക്ക് തന്നെ അറിയാം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നല്ല ടഫായിരുന്നു, പക്ഷേ ഞാൻ സാക്ഷ്യം പറയും, മാതാവ് അതിന് എന്നെ ഇടവരുത്തും. എല്ലാവരോടും ഞാൻ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു. ഫസ്റ്റ് എക്സാം എളുപ്പമായിരുന്നു, ഈ എക്സാം ഭയങ്കര പാടായിരുന്നു, പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ മാതാവ് ഇടവരുത്തും. ഞാൻ ഇത്രയും സ്കോർ കിട്ടുമെന്ന് ഓർത്തില്ല. എനിക്ക് എല്ലാത്തിനും B കിട്ടി. എനിക്കിത് തന്നെ ഭയങ്കര അത്ഭുതമായി പോയി. പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഉടമ്പടി എടുത്തതല്ലേ, ഞങ്ങൾക്ക് ചിലരൊക്കെ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നിനക്ക് ഉറപ്പായിട്ടും ഈ സ്കോർ കിട്ടുമെന്ന്. പക്ഷേ ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹമാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മൾ ഉടമ്പടി എടുക്കുക. ഏത് നടക്കാത്ത കാര്യവും നമ്മൾ ഉടമ്പടി എടുക്കുക. ഉടമ്പടിയിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. മറ്റുള്ളവരോട് നീതി, നമ്മളോട് നമ്മുടെ ദൈവം, നമ്മുടെ മാതാവ് നീതി പുലർത്തണമെങ്കിൽ നമ്മളെക്കാളും എളിയവരായ ബലഹീനരോട് നീതി പുലർത്തണം. ഇപ്പം എന്നെപ്പോലെ പഠിക്കാൻ കഴിവ് അധികം ഇല്ലാത്ത, അപ്പം ബലഹീനതയിലാണ് എൻ്റെ കൃപ വ്യക്തമാകുന്നത്, എൻ്റെ ശക്തി, നിനക്കെൻ്റെ കൃപ മതി. ഇതാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി.